അല്ലേ? ഇങ്ങനെയൊരു സംഭവമേ അവിടെ ഇല്ലായിരുന്നു. സുരേഷ് ഗോപിക്ക് അതിലൊരു പങ്കാളിത്തവും ഇല്ല എന്ന് ഗോപിയാശൻ പറഞ്ഞതോടുകൂടി കാര്യങ്ങൾ വ്യക്തമായി. അത് മാത്രമല്ല, ഈ പത്മഭൂഷൺ കിട്ടുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയെ ഒന്ന് കാണണം, അദ്ദേഹത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് പറഞ്ഞത് സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. സുരേഷ് ഗോപിക്കെതിരെ ആക്ഷേപ ശരങ്ങളാണ് വന്നത്. ഇടത് ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഗോപിയാശൻ പറയുന്നത് നമുക്ക് എന്തായാലും വിശ്വസിക്കേണ്ടി വരുമല്ലോ. ഈ സുരേഷ് ഗോപിയോട് അങ്ങനെ ഒരു കാര്യമേ, അങ്ങനെ ഒരു പ്രശ്നമേ അദ്ദേഹത്തിനില്ല. ഇങ്ങനെയുള്ള ഒരു സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ആളാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ഒരു എതിരഭിപ്രായമേ ഇല്ല. അത് മാത്രമല്ല, അതിൽ ഏറ്റവും കൗതുകകരമായ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം തന്നെ പറയുകയാണ്, ആശാൻ തന്നെ പറയുകയാണ്, ഒരിക്കൽ പാറമേക്കാവിൽ നിന്ന് മടങ്ങുന്ന സമയത്ത്, ഒരുമിച്ച് മടങ്ങുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഈ പത്മ അവാർഡിനെ കുറിച്ച് പോലും ഒരു പരാമർശമുണ്ടായി. അവിടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഈ പത്മ അവാർഡിനെ കുറിച്ച്. ആ ബൈറ്റ് ഒന്ന് കേട്ട് നോക്കാം, അതാണെങ്കിൽ കൂടുതൽ വ്യക്തമാകുമല്ലോ. ആശാൻ പറഞ്ഞ ആ ബൈറ്റ് അതൊന്ന് കേൾപ്പിക്കാം ഇപ്പോൾ. നമ്മുടെ പാറമേക്കാവിൻ്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ, രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ, ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. പിന്നെ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുമില്ല, അങ്ങനെ ഇനി ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുമില്ല കേട്ടോ. എന്തൊക്കെ കാരണത്താൽ സുരേഷ് ഗോപി അങ്ങോട്ട് വിളിക്കണമെന്ന് ഗോപി ആശാൻ പറഞ്ഞു, അതേ കാരണത്താൽ അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ മകനോ സുരേഷ് ഗോപിയെ വിളിച്ചിട്ട് ഇത് ചോദിക്കാം, നിങ്ങൾ ഇങ്ങനെ ആളെ വിട്ടോ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശമെന്ന് ചോദിക്കാം. അതിനു പകരം ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇത്ര ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുള്ള ഒരാളിനെ പറ്റി ഫേസ്ബുക്കിൽ ഒരു പബ്ലിക്കായിട്ടുള്ള പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റ് ഇട്ടതിന് ശേഷം പിന്നീട് ആ പോസ്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നോക്കൂ. ആ ഗോപി അല്ല ഈ ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് മലയാളം അറിയാവുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്ര മോശമായ രീതിയിൽ അത് പറയുകയും പിന്നീട് തനിക്ക് തന്നെ അതിൽ കൺവിക്ഷൻ ഇല്ലാത്തതുപോലെ അദ്ദേഹം അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെയാണോ ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമുള്ള ഒരാളിനെ നിങ്ങൾ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത്? ഒപ്പം തന്നെ അദ്ദേഹത്തിനോട് നിങ്ങൾ തന്നെ മുൻപ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നിപ്പോൾ പരസ്യമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഗോപി ആശാനാണ്. പണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ വിചാരിച്ചാൽ എനിക്ക് ഒരു പത്മ അവാർഡ് തരപ്പെടുത്താൻ പറ്റുമോ? എനിക്കതിന് സാധിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. അതെപ്പോഴാണ്? സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശത്തിന് മുമ്പാണ്. സുരേഷ് ഗോപി അതിനുശേഷം ചുരുങ്ങിയത് 2 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും മത്സരിച്ചല്ലോ. അപ്പോൾ ദീർഘകാലം മുമ്പ് ഇദ്ദേഹം അങ്ങോട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് സുരേഷ് ഗോപി അത് തനിക്ക് വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കുന്ന ഒരാളിനെ പറ്റി ആ ഗോപിയല്ല ഈ ഗോപി എന്നൊരാൾ പറഞ്ഞു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നിഷ്കളങ്കമാണെന്ന് കരുതാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത്. ആ കൺവിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത്. ആ ഡിലീറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഗോപി ആശാൻ പറയുന്ന ന്യായം പോലും ഈ പറഞ്ഞതുപോലെ എന്നോട് വന്ന് വിളിച്ച് ചോദിക്കാം എന്നുള്ളതിന് പകരം മകനോട് പറയാമല്ലോ, എടാ മോനെ, നീ ഈ പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച് ചോദിക്കാം. അതിനുശേഷം അതല്ല എങ്കിൽ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇത് വിവാദമാകുന്ന സമയത്ത് അദ്ദേഹത്തിനൊന്ന് വിളിക്കാം, വിളിച്ചിട്ടില്ല. അപ്പോൾ എന്ന് പറയുമ്പോഴാണ് ഇതിൽ ഈ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണത്തിൻ്റെ ഒരു ഭാഗം അതിലുണ്ടാകുന്നത്. അപ്പോൾ അത് വളരെ സുവ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അരിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗോതമ്പോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ നമുക്ക്